ഒരു വ്യാഴവട്ടക്കാലത്തിന്റെ പഴക്കമുണ്ട് റഷ്യ ഉക്രൈൻ സംഘർഷത്തിന്. എറിയും കുറഞ്ഞും നീറി നീറി കിടക്കുന്ന യുദ്ധത്തിനിടെ ഇന്നലെ ഉക്രൈൻ തീരത്ത് ഒരു ചരക്ക് കപ്പൽ ആക്രമിക്കപ്പെട്ടു. ഒരു മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യക്കാർ അടക്കം 10 പേർ കൊല്ലപ്പെട്ട ആ ആക്രമണത്തിന് പിന്നാലെ റഷ്യ ഉക്രൈൻ യുദ്ധം വീണ്ടും കടുക്കുകയാണ്. രാത്രിക്ക് രാത്രി തന്നെ റഷ്യയിൽ ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയതായി റഷ്യൻ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നുണ്ട്. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ അഖിൽ ജോയൻ എന്ന മെർച്ചന്റ് നേവിക്കാരനാണ് റഷ്യയുടെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി. 2 മാസം കഴിഞ്ഞ് അഖിൽ ജോയന്റെ വിവാഹം നടക്കേണ്ടതായിരുന്നു. 19-ാം വയസ്സിലാണ് അഖിൽ മെർച്ചന്റ് നേവിയിലെത്തുന്നത്. മുംബൈ ആസ്ഥാനമായ ഓഷൻ ഗ്രേസ് ഷിപ്പിംഗ് ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള ഗോൾഡൻ ലിയോ എന്ന കപ്പലിൽ 6 വർഷമായി ജോലി ചെയ്യുകയായിരുന്നു. ജോലി മാറാനുള്ള ശ്രമത്തിലായിരുന്നു അഖിലെന്ന് അടുത്ത ബന്ധുക്കൾ പറയുന്നുണ്ട്. വിവാഹ നിശ്ചയത്തിനായി 3 മാസം മുൻപ് അഖിൽ നാട്ടിലെത്തിയിരുന്നു. ആലപ്പുഴ സ്വദേശിയായ വധുവുമായി വിവാഹ നിശ്ചയ ചടങ്ങുകൾ നടത്തിയതിന് പിറ്റേ മാസം അഖിൽ ജോലി സ്ഥലത്തേക്ക് മടങ്ങിയതാണ്. 2023-ൽ വടംവലിയിൽ ലോക റെക്കോർഡ് കൂടി നേടിയ ആളായിരുന്നു അഖിൽ. സ്കൂൾ കാലം മുതൽ മികച്ച വടംവലി താരമായിരുന്നു. അഖിലായിരുന്നു കുടുംബത്തിന്റെ അത്താണി. അഖിൽ ജോലി നേടിയ ശേഷമാണ് വീട് പണി പൂർത്തീകരിച്ചത്. കഴിഞ്ഞ ദിവസവും മാതാപിതാക്കളെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. മകൻ മരിച്ചതറിഞ്ഞ് ബോധരഹിതയായ അമ്മ ആശുപത്രിയിലാണ്. കപ്പൽ ആക്രമണത്തിലേക്ക് തിരികെ വന്നാൽ ധാന്യം കയറ്റി പോകുകയായിരുന്ന ഗോൾഡൻ ലിയോ എന്ന ചരക്ക് കപ്പലിൽ നേരെയാണ് റഷ്യൻ ആക്രമണമുണ്ടായത്. ഉക്രൈനിലെ ഒഡേസ തുറമുഖത്തിന് സമീപത്ത് വെച്ച് വ്യോമാക്രമണം നടത്തുകയായിരുന്നു റഷ്യ. വാണിജ്യ കപ്പലുകളെ ആക്രമിച്ച് സാധാരണക്കാരായ ജീവനക്കാരെ അപകടത്തിൽപ്പെടുത്തുന്നത് നിന്ദ്യമാണ് എന്ന് ഉക്രൈൻ വിദേശകാര്യ മന്ത്രാലയം റഷ്യയെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. തുർക്കിയുടെ ഉടമസ്ഥതയിലുള്ള ഗിനിയ ബിസാവു പതാക ഘടിപ്പിച്ച കപ്പലാണ് ഗോൾഡൻ ലിയോ. മുംബൈ ആസ്ഥാനമായുള്ള കമ്പനിയാണ് കപ്പൽ നിയന്ത്രിച്ചിരുന്നത് എന്നാണ് വിവരം. അതായത് ഉക്രൈനുമായി നേരിട്ട് ബന്ധമില്ലാത്ത കപ്പൽ പോലും ഒഡേസയിൽ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഉക്രൈനിയൻ അധികൃതർ പുറത്തുവിട്ട ഒരു പുതിയ കണക്ക് കൂടി ഇതുമായി ചേർത്ത് വായിക്കണം. അടുത്ത കാലത്തായി ഒഡേസ മേഖല വ്യാപകമായി റഷ്യയുടെ ആക്രമണത്തിന് ഇരയാകുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജൂലൈ 1 മുതൽ തുടർച്ചയായി റഷ്യ ഒഡേസയുടെ തെക്കൻ മേഖലകളെ ലക്ഷ്യമിട്ട് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ജൂലൈ തുടക്കം മുതൽ ഇതുവരെയായി 28 പേർ ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായും ഒഡേസ റീജിയണൽ ഗവർണർ ഒലെഹ് കെപ്പർ പറഞ്ഞു. തെക്കൻ ഉക്രൈൻ ലക്ഷ്യമിട്ട് റഷ്യ നടത്തുന്ന ആക്രമണങ്ങളുടെ തീവ്രത വെളിവാക്കുന്നതാണ് ഈ റിപ്പോർട്ടുകൾ. പല ദിവസങ്ങളിലും 13 മുതൽ 15 തവണ വരെ വ്യോമാക്രമണങ്ങൾ ഒഡേസ മേഖലയിൽ ഉണ്ടാകുന്നതായാണ് അധികൃതർ പറയുന്നത്. 4 വർഷമായി റഷ്യ ഉക്രൈൻ യുദ്ധം തുടരുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് ഉക്രൈനെ അടിയറവ് പറയിപ്പിക്കാം എന്ന് കരുതിയ റഷ്യയ്ക്ക് മുൻപിൽ തിരിച്ചടിച്ച് നിലകൊള്ളുകയാണ് ഉക്രൈൻ. യൂറോപ്യൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും ആയുധ സാമ്പത്തിക സഹായം കൊണ്ടാണ് ഉക്രൈൻ റഷ്യയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നായ റഷ്യയെ നേരിടാൻ കുഞ്ഞൻ രാജ്യമായ ഉക്രൈന് ഒറ്റയ്ക്ക് കഴിയില്ല എന്ന് റഷ്യ വിരുദ്ധ രാജ്യങ്ങൾക്ക് അറിയാമായിരുന്നു. ഉക്രൈൻ അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന നാറ്റോ സഖ്യത്തിൽ അംഗത്വത്തിന് ശ്രമിച്ചതാണ് റഷ്യയെ പ്രകോപിപ്പിച്ചത്. എന്നാൽ റഷ്യയെ അവഗണിച്ച് അമേരിക്കയ്ക്കൊപ്പം കൂടാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഉക്രൈന് ഇപ്പോൾ സഹായം ലഭിക്കുന്നതും. റഷ്യയുമായി നേരിട്ട് യുദ്ധം ചെയ്താൽ അത് 3-ാം ലോക മഹായുദ്ധമാകുമെന്ന ആശങ്ക ഉള്ളതിനാൽ ഉക്രൈനെ സഹായിക്കുന്ന രാജ്യങ്ങളൊന്നും സൈന്യത്തെ അങ്ങോട്ട് അയച്ചിട്ടില്ല. ഭാരം കുറഞ്ഞതും തോളിൽ നിന്ന് വെടിവെക്കാവുന്നതുമായ ഉപരിതല വായു മിസൈലുകളായ മാൻപാഡുകൾ ഉക്രൈൻ റഷ്യക്കെതിരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നു. വൻ വിലയുള്ള മിസൈലുകളെയും ഹെലികോപ്റ്ററുകളെയും താഴ്ന്നു പറക്കുന്ന യുദ്ധവിമാനങ്ങളെയും ഒക്കെ ഉക്രൈൻ നേരിടുന്നത് മാൻപാഡുകൾ ഉപയോഗിച്ചാണ്. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള സഹായവുമായി മാത്രം മുന്നോട്ടു പോകാൻ ഉക്രൈന് താൽപ്പര്യമില്ല. അവർ സ്വന്തമായി ഡ്രോണുകൾ വികസിപ്പിച്ചു. അടുത്തിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഔദ്യോഗിക വസതിക്ക് മുകളിൽ 3 ഡ്രോണുകൾ പറന്നെത്തി ആക്രമണത്തിന് ശ്രമിച്ചിരുന്നു. ഡ്രോണുകളെ വെടിവെച്ചിട്ടുവെങ്കിലും ഉക്രൈൻ്റെ ഡ്രോണുകളുടെ ശേഷി ലോകമറിഞ്ഞു. ഡ്രോൺ ആക്രമണ ശ്രമത്തെ തുടർന്ന് പുടിൻ ഭൂഗർഭ അറയിലേക്ക് ഓഫീസ് മാറിയിരുന്നു. ഭയപ്പെടുത്താൻ പോയിട്ട് സ്വയം ഭയപ്പെട്ട് ഒളിക്കുന്ന അവസ്ഥ വന്നു പുടിന്. കടൽ മൈനുകൾ നീക്കം ചെയ്യുന്നതിലും ഉക്രൈൻ മികവ് കാട്ടുന്നുണ്ട്. വിദൂര കടൽ ഡ്രോണുകളെ ഉപയോഗിച്ചാണ് മൈനുകളെ കണ്ടെത്തി നശിപ്പിച്ച് കപ്പലുകൾക്ക് സുരക്ഷിത പാത ഒരുക്കുന്നത്. ഇറാൻ യുദ്ധത്തിൽ ഡ്രോണുകൾ വികസിപ്പിക്കാനും ഇറാൻ പാകിയ കടൽ മൈനുകൾ മാറ്റാനും അമേരിക്ക ഉക്രൈന്റെ സഹായം തേടിയിരുന്നു. 2ാം ഘട്ട ഇറാൻ യുദ്ധത്തിൽ ആളില്ലാ ഡ്രോൺ ബോട്ട് അമേരിക്ക ഉപയോഗിച്ച വീഡിയോ പുറത്തു വന്നതാണ്. ഇത് ഉക്രൈനിൽ നിന്ന് കിട്ടിയതാകാമെന്ന് പ്രതിരോധ വിദഗ്ധർ പറയുന്നു. റഷ്യൻ വ്യോമാക്രമണം തുടരുന്നതിനാൽ ഒഡേസയ്ക്കും മറ്റു പ്രധാന പ്രദേശങ്ങൾക്കും ചുറ്റുമുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉക്രൈൻ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്.
ഞായറാഴ്ച കീവിലും മറ്റ് ഉക്രൈൻ നഗരങ്ങളിലും റഷ്യ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. 5 മണിക്കൂർ നീണ്ടുനിന്ന ഈ ആക്രമണം അടുത്ത കാലത്തായി റഷ്യ നടത്തിയ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളിൽ ഒന്നായാണ് വിലയിരുത്തപ്പെടുന്നത്. ആക്രമണത്തിൽ കുറഞ്ഞത് 6 പേർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ മാത്രം ഏകദേശം 40 ഇസ്കാൻഡർ എം ഹൈപ്പർസോണിക് സിർക്കോൺ മിസൈൽ പതിച്ചതായി ഉക്രൈൻ ഉദ്യോഗസ്ഥർ പറയുന്നു. കീവിലെ മധ്യ ഷെവ്ചെൻകിവ്സ്കിയിലാണ് വലിയ നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തിരിച്ച് ഉക്രൈനും റഷ്യയെ ആക്രമിച്ചിട്ടുണ്ട്. റഷ്യയുടെ തെക്കൻ സ്റ്റാവ്രോപോൾ മേഖലയിൽ നിന്ന് എണ്ണ ഡിപ്പോകളും ഒരു ഇന്ധന കേന്ദ്രവും ആക്രമിച്ചതായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സ്ഥിരീകരിച്ചു. ഇതിന് തൊട്ടുപിന്നാലെ റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലും ഉക്രൈൻ ആക്രമണം നടത്തിയതായി റഷ്യൻ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. മോസ്കോയിൽ തിങ്കളാഴ്ച ചുരുങ്ങിയത് 400 ഉക്രൈൻ ഡ്രോണുകൾ പതിച്ചതായാണ് റഷ്യൻ ഉദ്യോഗസ്ഥർ പറയുന്നത്. പൊഡോൾസ്ക്, ഡൊമോഡെഡോവോ, ഒഡിൻസോവോ ജില്ലകളിലാണ് ഉക്രൈൻ ആക്രമണം വലിയ നാശം വിതച്ചത്. 2 പേർക്ക് പരിക്കേൽക്കുകയും നിരവധി കെട്ടിടങ്ങൾക്ക് തീപിടിക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റഷ്യയാകട്ടെ ഓരോ മാസവും ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉക്രൈനെതിരെ വിക്ഷേപിക്കുന്നതായാണ് അമേരിക്കൻ ആസ്ഥാനമായ യുദ്ധനിരീക്ഷണ ഏജൻസി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി സ്റ്റഡി ഓഫ് വാർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ ജൂലൈയിൽ മാത്രം റഷ്യ വാർഷിക സിർക്കോൺ മിസൈലുകളുടെ 2/3 ഭാഗം വരെ ഉപയോഗിച്ചതായും റഷ്യയുടെ മൊത്തം പ്രതിമാസ ഉൽപ്പാദന അളവിനേക്കാൾ കൂടുതൽ ബാലിസ്റ്റിക് മിസൈലുകൾ ജൂലൈയിൽ റഷ്യ വിക്ഷേപിച്ചതുമായാണ് കണക്കുകൾ തെളിയിക്കുന്നത്. ജൂലൈയിൽ ഇതുവരെ റഷ്യ ഉക്രൈനെതിരെ 107 ബാലിസ്റ്റിക് മിസൈലുകളും 20 സിർക്കോൺ മിസൈലുകളും വിക്ഷേപിച്ചതായാണ് കണക്ക്. 2014 ഫെബ്രുവരിയിലാണ് റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചത്. ഉക്രൈന്റെ ഭാഗമായ ക്രിമിയ റഷ്യ പിടിച്ചടക്കിയിരുന്നു. തുടർന്ന് കിഴക്കൻ ഡോൺബോസ് മേഖലയിൽ പോരാട്ടം പൊട്ടിപ്പുറപ്പെട്ടു. ഇത് രണ്ടുമാണ് സംഘർഷത്തിന്റെ തുടക്കം. പിന്നീട് ഏറിയും കുറഞ്ഞും നിലനിന്ന സംഘർഷം 2022 ഫെബ്രുവരി 24 റഷ്യ ഉക്രൈനിൽ വൻതോതിലുള്ള അധിനിവേശം നടത്തിയതോടെ പൂർണ്ണതോതിലുള്ള യുദ്ധമായി വളർന്നു. യുദ്ധം എങ്ങനെ അവസാനിക്കുമെന്നത് ഇന്നും ഉത്തരമില്ലാത്ത ചോദ്യമാണ്. പുടിൻ ഒരിക്കലും ഒരു സമാധാന ഉടമ്പടിയിൽ ഒപ്പിടുമെന്ന് കരുതാനാകില്ല. അങ്ങനെ ഔദ്യോഗികമായ ഒരു അവസാനവും ഒരുപക്ഷെ ഈ യുദ്ധത്തിനുണ്ടാകില്ല. മറിച്ച് ഉത്തര ദക്ഷിണ കൊറിയകൾക്കിടയിൽ സംഭവിച്ചതുപോലെ യുദ്ധത്തിൻ്റെ തീവ്രത കുറഞ്ഞ് അതേപടി നിലനിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയേക്കാം എന്ന് മാത്രം.